പണ്ടൊക്കെ വേനലവധി തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ അമ്മ വീട്ടിലേക്കൊരു പോക്കാം. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും അവിടെ പ്രസൻ്റ് ആയിരിക്കും. പക്ഷെ ആ സമയത്തൊരു വില്ലനായിരുന്നു ഈ പറയുന്ന ഇടിവെട്ടും മഴ. നേരം തെറ്റാതെ അവനങ്ങ് വരും, പിന്നെ വീടിൻ്റെ അകത്ത് അടച്ചു കൂട്ടിയിരിക്കണം. പക്ഷേ ആ കാറ്റും മഴയ്ക്കും വേറൊരു ഗുണം കൂടിയുണ്ട്. ഇതൊന്ന് മാറിത്തീരാൻ വേണ്ടി നോക്കിയിരിക്കും നമ്മളെല്ലാവരും ഇറങ്ങി ഓടാൻ പറമ്പിലെ മൂലയ്ക്കുള്ള മാവിൻ്റെ വീട്ടിലേക്ക്. അവിടെ ഓടിച്ചെന്ന് ആദ്യം ചെല്ലണവനായിരിക്കും കൂടുതലും മാമ്പഴം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പോരാളിയുടെ ആ ഒരു മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കും, മഴയുടെ അവസാനത്തെ ഒരു തുള്ളിയും ചാടിത്തീരാൻ. എന്നിട്ട് പറമ്പിലേക്ക് ഒരു ഒറ്റ ഓട്ടാണ്. ഉള്ള മാമ്പഴമൊക്കെ പെറുക്കി, മാമ്പഴം എന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ ഇഷ്ടംപോലെ മാമ്പഴമായിരുന്നു ഒരു മാത്തങ്ങ പറഞ്ഞത്. പണ്ടൊക്കെ ഈ മാമ്പഴം പെറുക്കിക്കൊണ്ട് വരുന്നത് നമ്മുടെ ബനിയനിലാണ്. ഇതുപോലെ പാത്രമോ കൂടോ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാറില്ല. അതെടുക്കാനുള്ള സമയം കിട്ടില്ല. അതെടുക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റൊന്നെ മുമ്പ് ഓടും. അപ്പോൾ അതുകൊണ്ടാവുന്ന എടുക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ നേരെ പോയിട്ട് ബനിയൻ്റെ അകത്ത് ബനിയൻ മടക്കി വെച്ചിട്ട് ബനിയൻ്റെ അകത്തൊക്കെ കുത്തി നിറച്ചുകൊണ്ടൊക്കെയാണ് വന്നത്. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ നിക്കറിൻ്റെ അകത്തേക്ക് ബനിയൻ ഇട്ടിട്ട് ബനിയൻ്റെ അകത്ത് ഫുള്ള് നിറയും. ഇപ്പം തന്നെ നോക്കി എന്തോരം മാമ്പഴം കിടക്കണേന്ന്. ഇത് പിന്നെ എൻ്റെ കൂടെ പറക്കാൻ ഇന്ന് പഴയ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വസ്ഥം സമാധാനമായിട്ട് പറിക്കാൻ മതി. വേറെ ആരും തട്ടിപ്പറിക്കാനില്ല, വേറെ ആരും കൊതി കുത്താനില്ല, ഒന്നിനുമില്ല. അവരൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴത്തൊന്ന് വന്നേരെ കേട്ടോ. അതിൽ കൂടുതൽ എന്ത് പറയാനാ. സത്യം പറഞ്ഞാൽ ഇത്രയും മാമ്പഴം ഇന്നിവിടെ ചാടിയിട്ടുണ്ടെന്ന് ഞാനും വിചാരിച്ചില്ല. ഇത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ചാടിയൊരു മാമ്പഴമായിരിക്കണം. പഴയ ആ ഒരു കുട്ടിക്കാലവും പഴയ ആ സമയത്ത് നമ്മുടെ കൂടെ കൂടി കിടന്ന് മാമ്പഴം പെറുക്കിക്കൊണ്ടിരുന്നവരെയൊക്കെ കാണിച്ച് കൊതിപ്പിക്കാൻ വേണ്ടി തന്നെ ചാടിയ മാമ്പഴങ്ങളാണിത്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ പഴയ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനും കൂടപ്പിറപ്പുകൾക്കും ഞാൻ നേർന്നുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് കൂടിയുള്ള മാമ്പഴം ഞാൻ തിന്നോളാം കേട്ടോ, ആരും പേടിക്കണ്ട. കാൽപാത്രമായിട്ട് പോയിട്ട് ഒരു പാത്രം നിറയുന്നു.